ഹലോ ഫ്രണ്ട്സ്, അഭിയാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിങ്ക് ആൻഡ് പോസിറ്റീവ്, ചേഞ്ച് യുവർ ലൈഫ്. നിക്ക് ജന്മന 2 കാലുകളും 2 കൈകളും ഇല്ലാത്തവൻ, ആകെയുള്ള തൻ്റെ 2 വിരലുകളാൽ ബഹുദൂരം നീന്തുന്നവൻ, ഡ്രംസ് വായിക്കുന്നവൻ, ലോകമെങ്ങും വിശ്വാസം നഷ്ടപ്പെട്ട് തളർന്നിരിക്കുന്നവർക്ക് ഊർജം പകർന്നവൻ. മുഴുവൻ പേര് നിക്കോളാസ് ജെയിംസ് വുജിസിക്. ജനിച്ചത് ആസ്ട്രേലിയയിൽ. പിറന്നു വീണപ്പോൾ മാതാപിതാക്കൾ തൻ്റെ കുഞ്ഞിൻ്റെ രൂപം കണ്ട് ശരിക്കും ഞെട്ടി. കൈകളും കാലുകളും മുറിച്ചു മാറ്റപ്പെട്ട പോലെ, ഇടത് കാലിന്റെ സ്ഥാനത്ത് 2 വിരലുകൾ പോലെ മാത്രം. ഡോക്ടർ പറഞ്ഞു, ടെട്രൽ അമീലിയ സിൻഡ്രം എന്ന അത്യപൂർവമായ പ്രതിവിധിയില്ലാത്ത രോഗം. തങ്ങളുടെ മകനെ ഒരു ഇഴജീവി പോലെ 2 ചുമരുകൾക്കുള്ളിൽ മാത്രം വളർത്തുവാൻ ഇഷ്ടമില്ലാത്ത മാതാപിതാക്കൾ അവന് പ്രായമായപ്പോൾ സ്കൂളിലേക്ക് അയക്കാൻ ശ്രമിച്ചു. പൂമ്പാറ്റ പോലെ പാറിപ്പറക്കേണ്ട പ്രായത്തിൽ മറ്റുള്ളവർക്ക് മുന്നിൽ കേഴേണ്ടി വന്ന നിക്ക്. സങ്കടം, നിരാശ, ദുസ്സഹമായ ജീവിതം നിക്കിനെ കൊണ്ട് ആത്മഹത്യ വരെ ചെയ്യാൻ പ്രേരിപ്പിച്ചു. കൈകളും കാലുകളും ഇല്ലാത്ത നിക്കിന് ഒരു ബേസിൻ വെള്ളം പോലും ആത്മഹത്യക്ക് പര്യാപ്തമായിരുന്നു. എങ്കിലും പരസഹായം ആവശ്യമായ നിക്ക് ആത്മഹത്യാ ശ്രമത്തിലും പരാജയപ്പെട്ടു. 10ാം വയസ്സിൽ നിക്കൊരു തീരുമാനമെടുക്കുന്നു. തന്നെ അഗാധമായി സ്നേഹിക്കുന്ന തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി തന്റെ നിരാശയുടെ സങ്കടത്തിന്റെ മുഖം ഒളിപ്പിച്ച് താൻ സന്തോഷവാനായി ജീവിക്കുമെന്ന്. അവൻ എഴുതാൻ തന്റെ വിരലുകളെ വേദനിപ്പിച്ചു. എങ്കിലും എഴുതി, വരച്ചു, നീന്താൻ പഠിച്ചു. ജീവിതം രസകരമായി നിക്കിന് തോന്നി തുടങ്ങി. ഇടയ്ക്ക് തലപൊക്കുന്ന നിരാശയുടെ ഒരു നീറ്റലൊഴിച്ച്. ഈ സമയത്താണ് തൻ്റെ താങ്ങായ കൈവിരലുകൾക്ക് ഗുരുതരമായ പരിക്ക് പറ്റുന്നത്. നിക്ക് ചിന്തിച്ചു, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ? ദൈവം എത്രമേൽ ക്രൂരനാണ്. ഇല്ല, ഇത് തൻ്റെ കുറ്റം തന്നെയാണ്. താൻ ഇല്ലാത്തതിനെ പറ്റി പരാതി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. തൻ്റെ സുഹൃത്തുക്കൾ തന്നെ സഹായിക്കുമ്പോൾ താൻ അവരോട് താങ്ക്സ് എന്ന് പറയുമ്പോൾ അവർ വീണ്ടും വീണ്ടും തന്നെ സഹായിക്കാൻ വരുന്നു, അതും തികഞ്ഞ ഉത്സാഹത്തോടെ തന്നെ. എന്നാൽ ഞാൻ ആ സമയം പരാതി പറഞ്ഞാലോ? ഞാൻ ഇനിമേൽ തനിക്ക് നൽകിയ എല്ലാത്തിനും തൻ്റെ ഈ 2 വിരലുകൾ ചേർത്ത് ദൈവത്തോട് എന്നും നന്ദിയുള്ളവനായിരിക്കും. അന്നുവരെ ദൈവത്തെ പഴിച്ചുകൊണ്ടിരുന്ന നിക്ക് ദൈവത്തോട് നന്ദി പറയാൻ തുടങ്ങി. ഈ തീരുമാനം നിക്കിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. മറ്റുള്ളവരുടെ മുഖത്തെ പുഞ്ചിരിയാണ് ജീവിതത്തെ അർത്ഥവത്താക്കുന്നതെന്നും നിക്ക് പതിയെ പതിയെ തിരിച്ചറിഞ്ഞു തുടങ്ങി. 17ാം വയസ്സിൽ തന്റെ സ്കൂളിലെ തൂപ്പുകാരി എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന നിക്കിനോട് പറഞ്ഞു, നിന്റെ ജീവിതം, നിന്റെ പോസിറ്റിവിറ്റി മറ്റുള്ളവർക്ക് പ്രചോദനമാക്കിക്കൂടെ, പങ്കുവെച്ചുകൂടെ? അവർ കൂട്ടിച്ചേർത്തു, നിസ്സാര കാര്യങ്ങൾക്ക് പോലും തകർന്നു പോകുന്ന അവർക്ക് തീർച്ചയായും നീ പ്രചോദനമാകും. 30 പേരടങ്ങുന്ന സ്കൂളിലെ ഒരു ചെറിയ ഗ്രൂപ്പിനോട് പറഞ്ഞു തുടങ്ങിയ നിക്ക് ഇന്ന് ലോകമെമ്പാടും 60 രാജ്യങ്ങളിലായി 3000 സ്റ്റേജുകളിൽ തന്റെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൈമാറുന്നു. ഗ്രിക്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൊമേഴ്സിൽ ബിരുദമെടുത്ത നിക്ക് ലവ് വിത്തൗട്ട് ലിമിറ്റ്സ് എന്ന സംഘടന സ്ഥാപിച്ച് ലോകമെമ്പാടും നിരവധി പേർക്ക് കാരുണ്യം എന്ന പ്രകാശം വാരി വിതറുന്നു. നിരവധി പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട്. ലൈഫ് വിത്തൗട്ട് ലിമിറ്റ്സ് ബെസ്റ്റ് സെല്ലറായി നിക്ക് കനെ നിയ ഹര എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു. അവർക്കിന്ന് 4 മക്കൾ. നിങ്ങൾ ജീവിതത്തിൽ എത്ര കാത്തിരുന്നിട്ടും യാതൊരു അത്ഭുതവും സംഭവിക്കുന്നില്ല എങ്കിൽ വൈകണ്ട, നിങ്ങൾ തന്നെ ഒരു അത്ഭുതമാണ്. ദൈവത്തിന്റെ ഓരോ സൃഷ്ടിയും ഈ ലോകത്ത് വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഉള്ളതാണ്. നിങ്ങൾ അത് അറിയും വരെ മാത്രം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമായിരിക്കും. മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.